എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ജർമ്മനിയെ കുറിച്ചാണ്. ഫോറിൻ കോർപ്പറേഷനിൽ വരുന്ന ജർമ്മനിയുടെ പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ജർമ്മനിയുടെ മെയിൻ പോയിന്റ്സ് എന്ന് നമുക്ക് നോക്കാം. The cooperative movement in Germany has a rich history dating back to the mid-19th century. എന്താ പറയുന്നേ, 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് നല്ല രീതിക്ക് വന്നത്. റിച്ച് ഹിസ്റ്ററി ആയിട്ട് ഇരുന്നത് ഏത് ടൈമിലാണ്? mid-19th സെഞ്ചുറിയിലാണ്. പിന്നെന്താ പറയുന്നത്, ജർമ്മനി ഈസ് കൺസിഡേർഡ് ആസ്, ജർമ്മനി എന്തൊക്കെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നുള്ള മെയിൻ പോയിന്റ്സ് ആണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസിന് വരാട്ടോ. ഇപ്പം ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ഏത്, ക്രെഡിറ്റ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജർമ്മനി എന്ന് പറയാം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, വരാറുമുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നോക്കാം നമുക്ക് ഓരോന്നായിട്ട്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ് കേട്ടോ. അടുത്ത എന്താ പറയുന്നത്? ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക്. ലാൻഡ് മോർട്ടഗേജ് ബാങ്കിന്റെയും ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ജർമ്മനിയാണ്. ഫസ്റ്റ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് എവിടെയാന്ന് നോക്കാം. ഇൻ ദ വേൾഡ് സിലേസിയ ലാൻഡ് ഷാഫ്റ്റ് 1769 വന്നേക്കുന്നത്. ഫസ്റ്റ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് കേട്ടോ. എവിടെയാ പറഞ്ഞേ? സിലേസിയ ലാൻഡ് ഷാഫ്റ്റ് 1769. ഇനി അടുത്ത എന്താ പറയുന്നത്? ബർത്ത് പ്ലേസ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ജർമ്മനിയാണ് അല്ലെ. ടോർച്ച് ബിഎസ് ഓഫ് റൂറൽ ക്രെഡിറ്റ്. ടോർച്ച് ബിഎസ് ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നത് എവിടെയാ? റൂറൽ ക്രെഡിറ്റ് എന്ന് കണ്ടാൽ നമ്മൾ ആരെ കൊടുക്കണം? ജർമ്മനിനെ കൊടുക്കണം കേട്ടോ. ഓക്കെ, ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ്. ഇവിടെയുണ്ട് ക്രെഡിറ്റ്. ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നതും ജർമ്മനിയാണ്. മദീന ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. മദീന എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ജർമ്മനിയാണ്. മദീന ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ. സിറ്റാഡൽ ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നതും ജർമ്മനിയാണ്. ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ ജർമ്മനി. ആദ്യത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ജർമ്മനിയിലാണ്. ഇനി ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ പാസ് ചെയ്തത് ജർമ്മനിയിൽ ഏത് വർഷമാണ്? 1867 ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ പാസ് ചെയ്തത് കേട്ടോ. ഇനി കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതോ? 1867 ലോ വന്നു. 1868 കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെഡിറ്റ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നതും ലാൻഡ് മോർട്ടഗേജ് ബാങ്കിന്റെ ബർത്ത് പ്ലേസ് എന്നറിയപ്പെടുന്നതും ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നതും ടോർച്ച് ബി എസ് എന്നറിയപ്പെടുന്നതും ഒക്കെ ആരാണ്? ടോർച്ച് ബി എസ് ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നതൊക്കെ നമ്മുടെ ജർമ്മനിയാണ് കേട്ടോ. ക്രെഡിറ്റ് എന്ന് കണ്ടാൽ ജർമ്മനിനെ കൊടുക്കുക. ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വന്നതും ജർമ്മനിയിലാണ്. പിന്നെ നമ്മൾ 2 വർഷം പഠിച്ചു. 1867 കോപ്പറേറ്റീവ് ലോ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, പാസ് ചെയ്തത്. പിന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1868. 1769 ഒരു സംഭവം നടന്നു. സിലേസിയയില് എന്താ വന്നത്? സിലേസിയയില് 1769 ഫസ്റ്റ് ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് വന്നത് അല്ലെ. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം, ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഒരു കഥ പോലെ പറയാം. നമ്മൾ പറഞ്ഞു 19-ാം നൂറ്റാണ്ടിലാണ് എന്ത് വന്നത്? കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അപ്പൊ ഈ ഒരു 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് വന്നേ. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് എന്ത് ചെയ്തു? അവിടെ ഈ നമ്മൾ പറഞ്ഞു റൂറൽ ഏരിയ, അർബൻ ഏരിയ എന്ന് പറഞ്ഞ 2 ഏരിയാസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകളുടെയൊക്കെ അവസ്ഥ ഭയങ്കര പതറ്റിക്കായിരുന്നു. അപ്പൊ എന്താ ചെയ്തേ? അവിടുത്തെ ഫാർമേഴ്സിന്റെ അവസ്ഥ കേട്ടോ. അപ്പൊ അവിടുത്തെ ഫാർമേഴ്സ് എന്ത് ചെയ്തു? മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയപ്പം ഈ മണി ലെൻഡേഴ്സ് അത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റിനാണ് അത് ഫാർമേഴ്സിന് കൊടുത്തത്. അപ്പൊ എന്താ സംഭവിച്ചേ? അപ്പം പോവർട്ടിയും എക്സ്പ്ലോയിറ്റേഷനും അതേപോലെ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നതും പിന്നെ കടബാധ്യതയൊക്കെ കൂടി അല്ലെ. ഫാമിൻ, പോവർട്ടി, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റൂറൽ ഇൻഡെപ്റ്റഡ്നെസ് ഇതൊക്കെ കൂടിയപ്പോഴാണ് എന്തിൻ്റെ ഐഡിയ വന്നത്? ഇതാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണമായത്. ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണമായത് ഇതാണ്.
അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഡ്യൂറിങ് 19th century, the conditions of people of Germany in rural area and urban area were very pathetic. The farmers as well as artisans were in the shoes of money lenders. The money lenders charged exorbitant rate of interest on the poor farmers and artisans and other rural men. Famine, poverty, exploitation, and rural indebtedness necessitated the introduction of the new idea. Under these conditions, the cooperative movement originated in Germany. ഇത്ര ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത പോർഷൻ എടുക്കാം. അടുത്ത എന്താ പറയുന്നത് നോക്കാം. ഇത് ജസ്റ്റ് ഒരു കഥ ഓർത്തിരുന്നാൽ മതി. എന്താ അതിനുള്ള കാരണം, കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താന്നുള്ള മാത്രമാണ് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. നമ്മൾ അടുത്തത് പയനിയേഴ്സ് ഓഫ് ജർമ്മനിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. 4 പേരാണുള്ളത്. FW റെയ്ഫീസൺ, ഷൂൾസ് ഡെലിസ്റ്റ്, ബെൻ ഹാർഡി, ഡോക്ടർ ഹാസ്. ഇതിൽ FW റെയ്ഫീസൺ എന്ന് പറയുന്നത് റൂറൽ സൊസൈറ്റീൻ്റെ കോപ്പറേറ്റർ ആയിട്ട് പറയുന്നു. ഷൂൾസ് ഡെലിസ്റ്റ് ആണ് ആരുടെ, അർബൻ സൊസൈറ്റിയിൽ വരുന്നത്. ഈ FW റെയ്ഫീസന്റെ കമ്പാനിയൻ ആയിട്ടാണ് ഡോക്ടർ ഹാസിനെ പറയുന്നത്. അതേപോലെ തന്നെ ബെൻ ഹാർഡി എന്ന് പറയുന്നത് ഷൂൾസ് ഡെലിസ്റ്റിന്റെ കമ്പാനിയൻ ആയിട്ട് പറയുന്നു. ഈ ഡോക്ടർ ഹാസ് എന്ന് പറഞ്ഞ ബിഗ് ഫാർമർ സൊസൈറ്റി ഡോക്ടർ ഹാസുമായിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ പേർഷ്യൻ സെൻട്രൽ ബാങ്ക് ഡോക്ടർ ഹാസുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് 2 കാര്യങ്ങൾ എടുക്കുക. FW റെയ്ഫീസ് എന്ന് പറഞ്ഞാൽ റൂറൽ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഷൂൾസ് ഡെലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അർബൻ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇനി ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് മെയിൻലി ഇൻഡെപ്റ്റഡ് ടു ജർമ്മനി. ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്തുമായിട്ടാണ് കടപ്പെട്ടിരിക്കുന്നത്? ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റുമായിട്ടാണ് ആര് കടപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് കടപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ജോയിൻ ടുഗദർ ഓൺ നോൺ പ്രോഫിറ്റ് ബേസിസ് ഫോർ അക്വിസിഷൻ ഓഫ് ഹൗസസ് വിത്തൗട്ട് ലീഗൽ ബാക്കിംഗ് ഇൻ ജർമ്മനി കോൾഡ് ന്യൂഹിമാറ്റ്. എന്താ പറയുന്നത്? ഒരു ടേമാണ് പറയുന്നത് അല്ലെ. ന്യൂഹിമാറ്റ് എന്താണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ നോക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു കൂട്ടം വ്യക്തികൾ എന്ത് ചെയ്യാണ്? പ്രൊഫിറ്റിന് വേണ്ടിയല്ല, ലാഭത്തിന് വേണ്ടിയല്ലാതെ ഹൗസിന്റെ അക്വിസിഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് ലീഗൽ ബാക്കിംഗ് എന്ന് ഉള്ളതാണ് ജർമ്മനിയിൽ ഉദ്ദേശിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂഹിമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗസുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അതിന് എന്ത് കൊടുക്കാം? ന്യൂഹിമാറ്റ്. അക്വിസിഷൻ ഓഫ് ഹൗസസ് ആണെങ്കിൽ ന്യൂഹിമാറ്റ് എന്നുള്ള ടേം ഓർത്തിരിക്കുക. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. ഇംഗ്ലണ്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എന്ന് അറിയപ്പെടുന്നത് ചാൾസ് ഹൗറത്ത് ആണ് കേട്ടോ. ചാൾസ് ഹൗറത്ത് ഇംഗ്ലണ്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കറാണ്. ഇനി അതേപോലെ തന്നെ ജർമ്മനിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ആരാണ്? ഷൂൾസ് ഡെലിസ്റ്റ്. ഷൂൾസ് ഡെലിസ്റ്റ് ആണ് ജർമ്മനിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കറായിട്ട് പറയും. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് എന്താന്ന് നോക്കാം. ഇനി അടുത്തത് നമ്മൾ കുറച്ച് സൊസൈറ്റീസും അതിന്റെ കാറ്റഗറീസും ആണ് നോക്കുന്നത്. ഒന്നാമത്തത് വെർബ്രാൻഡ്. വെർബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവിൻഷ്യൽ യൂണിയൻ ഓഫ് ബാങ്ക്സ് ഇൻ ജർമ്മനി. ബാങ്കുമായിട്ട് റിലേറ്റഡ് ആണ് വെർബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ. വെർബ്രാൻഡ്, പ്രൊവിൻഷ്യൽ യൂണിയൻസ് ഓഫ് ബാങ്ക്സ് ഇൻ ജർമ്മനി. ഇനി അതിന്റെ നാഷണൽ ലെവലുണ്ട്. നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഫോർ പ്രൊവിൻഷ്യൽ യൂണിയൻ ഓഫ് ബാങ്ക്സ് എന്നറിയപ്പെടുന്നതാണ് അലിഗ്മീനിയർ വെർബ്രാൻഡ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഞാൻ ഈ പ്രൊനൗൺസ് ചെയ്തത് കറക്റ്റ് ആവണമെന്നില്ല. ഇതൊക്കെ ജർമ്മൻ ടൈംസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. അടുത്തത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി നിങ്ങൾ പഠിച്ചു കാണും. നമ്മൾ നേരത്തെ പഠിച്ചാണ് ന്യൂഹിമാറ്റ്. അക്വിസിഷൻ ഓഫ് ഹൗസസ് എന്നൊക്കെ പഠിച്ചില്ലേ? അത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണ് ന്യൂഹിമാറ്റ്. അടുത്തത് ഓൾട്ടെ വോക്കേഴ്സ് ഫോർ സോർഗ്. സോർഗ് എന്ന് കണ്ടിട്ടുണ്ട്. ഇൻഷുറൻസ് സൊസൈറ്റി എന്ന് കൊടുക്കുക കേട്ടോ. കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി. പിന്നെ എഡേക്ക. എഡേക്ക എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് ഹോൾസെയിൽ സൊസൈറ്റിയാണ്. ഹോൾസെയിൽ സൊസൈറ്റിയാണ് എഡേക്ക എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഡെസ്വോസ്. ഡെസ്വോസ് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ ഹൗസിംഗ് ആണ്. ഹൗസുമായിട്ട് ബന്ധപ്പെട്ടാണിത്. സോഷ്യൽ ഹൗസിംഗ് ആണെങ്കിൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ ഹൗസിംഗ് എന്നാണെങ്കിൽ ആരെ കൊടുക്കാം? ഡെസ്വോസിനെ കൊടുക്കാം കേട്ടോ. ഇനി
എർമൻഡ്രങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി ആണ്. ഇത് ക്വസ്റ്റ്യൻ വരാം 1845 കേട്ടോ. കൺസ്യൂമർ കോപ്പറേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ടാണിത്. ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി എർമൻഡ്രങ് 1845 കേട്ടോ. ജർമ്മനിയിലെ കേസാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ഹോംസ്റ്റെഡ്സ് ആണ്. ഹോംസ്റ്റെഡ്സിന്റെ വർക്കേഴ്സ് അസോസിയേഷൻ ആണ്. വർക്കേഴ്സ് അസോസിയേഷനെ പറയുന്ന പേരാണ് ഹോംസ്റ്റെഡ്സ്. അപ്പൊ ഇത്ര ഓർത്തിരിക്കുക കേട്ടോ. വെർബ്രാൻഡ് പ്രൊവിൻഷ്യൽ യൂണിയൻ ഓഫ് ബാങ്ക്സ് ഇൻ ജർമ്മനിയാണ്. അലുമിനിയർ വെർബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ആണത്, പ്രൊവിൻഷ്യൽ യൂണിയൻ ഓഫ് ബാങ്ക്സിന്റെ കേട്ടോ. ഇനി ന്യൂഹിമാറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ആണ്. ഓൾട്ടെ വോക്കേഴ്സ് സോർഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഷുറൻസ് സൊസൈറ്റി അല്ലെ. എഡേക്ക എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ സൊസൈറ്റി ആണ്. ഡെസ്വോസ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ ഹൗസിംഗ് അല്ലെ. പിന്നെ എർമൻഡ്രങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി ആണ് 1845 ഇനി ഹോംസ്റ്റെഡ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് അസോസിയേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, വരാതിരിക്കാം, പറയാൻ പറ്റില്ല. എന്തൊക്കെയാ ക്വസ്റ്റ്യൻ വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാ കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ FW റെയ്ഫീസൺ ആരാണ്, അദ്ദേഹം കൊണ്ടുവന്നത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതേപോലെ തന്നെ ഷൂൾസ് ഡെലിസ്റ്റിനെ കുറിച്ചും ഇനി പഠിക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഇതിപ്പോ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വെച്ച് നിർത്തുന്നത്. അപ്പൊ അടുത്ത പാർട്ട് 2 നിങ്ങൾ എന്തായാലും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.